ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ, ഒരു തട്ടുകടയിൽ ചായ കുടിക്കാൻ നിന്നാൽ, ഒരു എയർപോർട്ടിൽ ഫ്ലൈറ്റ് കാത്തിരുന്നാൽ, ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിന്നാലൊക്കെ അവിടെ നിൽക്കുന്ന പലരും, അതിൽ ചിലരും ഓടി വന്ന് പറയും, ബ്രദറിൻ്റെ വചന ശുശ്രൂഷകൾ ഞങ്ങൾ കേൾക്കാറുണ്ട്, പാസ്റ്ററിൻ്റെ മെസ്സേജുകൾ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, ഞാനൊരു തികഞ്ഞ മദ്യപാനിയായിരുന്നു, അങ്ങയുടെ ശുശ്രൂഷയിലൂടെയാണ് ഈശോ, സ്വർഗത്തിലെ ദൈവം, യേശു കർത്താവ് എന്നെ വിടുവിക്കാനിടയായെന്ന്. അങ്ങനെ ഓരോ വ്യക്തികളും ഓരോ സ്ഥലങ്ങളിലും പറയുന്ന സാക്ഷ്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും ഈ തിരുവനന്തപുരം ചർച്ചില് ഇതിനകത്ത് കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ മാസങ്ങളിലുമൊക്കെ നടന്ന പ്രാർത്ഥനകളിലൂടെ, വചന ശുശ്രൂഷകളിലൂടെ, വ്യക്തിപരമായ പ്രാർത്ഥനകളിലൂടെയൊക്കെ അത്ഭുതകരമായ സൗഖ്യങ്ങളും വിടുതലുകളും പ്രാപിച്ചവർ ഇവിടെ ഇരിപ്പുണ്ട്. മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളുള്ളവർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിൽ ചിലരെ എനിക്ക് വ്യക്തിപരമായി അറിയാം. അവൾ ചിലരൊക്കെ നേരിട്ട് കണ്ടു പറഞ്ഞിട്ടുണ്ട്. മക്കളില്ലാതിരുന്ന മക്കളെ ദൈവം കൊടുത്തവരും, ജോലി ലഭിച്ചവരും, സൗഖ്യമുണ്ടായവരും, ദൈവം വിടുവിച്ചവരുമൊക്കെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന പ്രാർത്ഥനകളിലൂടെ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്തു ഈ ശുശ്രൂഷയിലൂടെ എന്ന അനുഭവമുള്ളവരെന്ന് കൈ ഉയർത്തിയേ, ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, നന്നായി ഉയർത്തിപ്പിടിച്ചേ. എനിക്ക് പറയാൻ ഒരു അനുഭവം കർത്താവ് നൽകി, ഒരു വിടുതൽ, ഒരു സൗഖ്യം, ഒരു അത്ഭുതം യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൽ അയച്ചു. അവർ നന്നായിട്ടൊന്ന് കൈകൾ ഉയർത്തിപ്പിടിച്ചേ. ദൈവത്തോട് നന്ദിയുള്ളവർ കൈകൾ ഉയർത്തിപ്പിടിച്ചേ. 10 കുഷ്ഠരോഗികളെ യേശു സുഖപ്പെടുത്തി. അതിൽ 9 പേർ മടങ്ങിപ്പോയി. ഒരുത്തൻ മാത്രം തിരികെ വന്ന് യേശുവിനോട് നന്ദി പറഞ്ഞു. കർത്താവ് ചോദിച്ചു, ബാക്കി 9 പേർ എവിടെ? നീ ഒരുത്തൻ മാത്രമോ തിരികെ വന്നത്? യേശു സൗഖ്യമാക്കിയവരെ, യേശു വിടുവിച്ചവരെ യേശു അന്വേഷിക്കുന്നു. ബാക്കി 9 പേർ എവിടെ? ബാക്കി 9 പേർ എവിടെ? നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു വിടുതൽ നൽകിയെങ്കിൽ ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഒരു അനുഭവമുള്ള ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നേ.